ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഹല്ലേലൂയയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മത്തായി 16:24 യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം, യേശുവിൻ്റെ പിന്നാലെ പോകുന്നവർക്കെല്ലാം ഘട്ടങ്ങളും കുറവുകളും ഒക്കെയാണ് ഉണ്ടാവുക, അതൊക്കെ അനുഭവിച്ചോളാനാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. എങ്കിലും ഇത് പറയുന്നതിന് മുമ്പ് ഈ പത്രോസ് ഈശോയെ തടസ്സപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. ഈശോ ജെറുസലേമിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ജെറുസലേമിലേക്ക് പോകേണ്ട, അവിടെ ചെല്ലുമ്പോൾ ഈശോയ്ക്ക് കഷ്ടാനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും എന്നുള്ള ആ മുന്നറിയിപ്പ് കേട്ടുകൊണ്ട് പത്രോസ് ഈശോയെ തടയുവാൻ ശ്രമിക്കുകയാണ്. അതിനുശേഷം ഈശോ പറയുന്ന കാര്യമാണ്, ആരെങ്കിലും എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുക എന്നതാണ് ഈശോ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാ കഷ്ടങ്ങളും എനിക്ക് വേണ്ട, ആവശ്യമില്ല, എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് ആവശ്യമില്ല എന്ന് ആഗ്രഹിക്കുന്നവരോട് ഒരുപക്ഷെ ഈശോ പറയും, ഈ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് തമ്പുരാനിലേക്ക് വരുമ്പോഴാണ് ആ വിശ്വാസത്തിനും ആ ഒരു ജീവിത ശൈലിക്കും ഒക്കെ ഒരു വ്യത്യാസമുണ്ടാകുന്നത്. യേശുവിൽ ജീവിക്കുന്നവനാണെന്ന് മറ്റുള്ളവരോട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ പല ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉറപ്പായിട്ടുണ്ടാകും. എല്ലാത്തിലും അതിനെയെല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ടായിരിക്കണം. അല്ലാതെ തമ്പുരാൻ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് തന്നല്ലോ, ഈ പ്രതിസന്ധി തന്നല്ലോ എന്നുള്ള ചിന്ത ഉണ്ടാകാതെ സ്വന്തം ഇഷ്ടങ്ങളും എല്ലാം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തമ്പുരാനെ അനുഗമിക്കുവാനായിട്ട് ഈശോ നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്നു. ആമേൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.